ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു YT സ്റ്റുഡിയോയിലെ എല്ലാ സെറ്റിംഗ്സും ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഒരു വീഡിയോ ആക്കി ചെയ്യാന്ന് വെച്ചാൽ പുതുതായിട്ട് ചാനൽ തുടങ്ങാനിരിക്കുന്നവർക്കാണെങ്കിലും ചാനൽ തുടങ്ങിയിട്ട് ഒന്നും അറിയാത്തവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ പോലെ ചെറിയൊരു ക്രിയേറ്ററാണ്. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കും. അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് YT സ്റ്റുഡിയോയിലെ എല്ലാ സെറ്റിംഗ്സും കാണിച്ചു തരാൻ പോകുന്നത്. YT സ്റ്റുഡിയോയിലും യൂട്യൂബിലും കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഓൺ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഓൺ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ ലഭിക്കത്തുള്ളൂ കേട്ടോ. റെക്കമെൻഡേഷനും അതേപോലെ തന്നെ ഫോർ യു എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പല സെറ്റിംഗ്സും ഓൺ ആക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊന്നും പലർക്കും അറിയത്തില്ല കേട്ടോ. നമ്മുടെ എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ എത്ര നല്ല കമ്പനിയിലാണെങ്കിലും ഈ സെറ്റിംഗ്സ് ഒന്നും ഓൺ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഓൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവരെ കാണും കേട്ടോ. ബിഗിനേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഹൈപ്പും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെൻസിൽ ചിഹ്നം കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൻ്റെ നെയിമും അതേപോലെ പ്രൊഫൈൽ പിക്ചറും പിന്നെ ഡിസ്ക്രിപ്ഷൻ പിന്നെ ലിങ്ക്സ് പിന്നെ ഹോം ടാബ് എന്ന് അടിയിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അതിൻ്റെ സൈഡ് ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ഹോം ടാബ് കണ്ടില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഹോം ലേഔട്ട് പിന്നെ ഫോർ യു. അപ്പോൾ ആദ്യം ഹോം ടാബ് ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ ഇത് ഓൺ ആണ്. ഓൺ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബ്ലറായിട്ട് കാണിക്കും കേട്ടോ, ഡാർക്ക്നെസ് ഉണ്ടാകത്തില്ല. ഹോം ടാബ് ഓൺ ചെയ്യുന്നത് നമ്മുടെ ഓഡിയൻസിന്റെ മുമ്പിൽ നമ്മുടെ കണ്ടന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹോം ടാബ് എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. പിന്നെന്ന് പറയുന്നത് ഹോം ലേഔട്ടിന്റെ താഴെയായിട്ട് കാണുന്ന ഫോർ യു ആണ്. ഫോർ യു എല്ലാവരും ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടോപ്പ് കണ്ടന്റ് ഓരോന്നായിട്ട് ഓഡിയൻസിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ. അടുത്തത് ഫോർ യുവിന് താഴെയായിട്ട് കാണുന്ന മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർ യു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും കേട്ടോ. കണ്ടന്റ് ടൈപ്പാണ്. നമ്മൾ ഏത് തരം കണ്ടന്റ് ഒക്കെയാണ് ഇടുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണിക്കും. വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ ഷോർട്സ് ഓൺ ചെയ്ത് കൊടുക്കുക. ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ലൈവ് സ്ട്രീം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചിലവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരുന്നതായിരിക്കും, ചിലപ്പോൾ ഓഫായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓഫായി കിടക്കുന്നുണ്ടെങ്കിൽ ഓണാക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെന്ന് പറയുന്നത് ഓൾ കണ്ടന്റ് എന്ന് കാണുന്നില്ലേ റെക്കമെൻഡഡ് ബ്രാക്കറ്റിൽ, അത് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഇടുന്ന വീഡിയോയും റെക്കമെൻഡിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കൊടുക്കുക. അല്ല 12 മന്ത്സിനുള്ളിൽ മാത്രം ഉള്ള വീഡിയോസ് മാത്രം റെക്കമെൻഡിൽ പോയാൽ മതി എന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള റീസെൻറ്റ് കണ്ടന്റ് ഓൺലി എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ബാക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പെൻസിൽ ചിഹ്നത്തിലാണ് ക്ലിക്ക് ചെയ്തത്. ഇപ്പോൾ അതിന് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് എന്ന് കാണും. അതിന് താഴെയായിട്ട് പുഷ് നോട്ടിഫിക്കേഷൻസ് എന്ന് കാണും. പുഷ് നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കമൻറ്റ്സ്, അനലിറ്റിക്സ്, അച്ചീവ്മെൻറ്റ്സ്, പോളിസി, ഏൺ, അപ്ഡേറ്റ്സ് എന്നൊക്കെ കാണും. ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റത്തെ കമൻറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കമൻറ്റ്സ് ഓൾ വേണമെന്നുണ്ടെങ്കിൽ ഓൾ കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളും ഓണാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഓഫായി കിടക്കുന്നുണ്ടെങ്കിൽ ഓണാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണും ഓഫൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചിലവർക്ക് അറിയത്തില്ല ഇത് ഓൺ തന്നെയാണോ ഓഫ് തന്നെയാണോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡാർക്കായിട്ട് കാണുന്നതാണ് ഓൺ. ഇങ്ങനെ ഇങ്ങോട്ടേക്കാക്കി കഴിഞ്ഞാൽ ലൈറ്റായിട്ട് കാണും. അപ്പോൾ അത് ഓഫാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഓഡിയൻസ് എന്നുള്ളത് അത് നമുക്കറിയാലോ. നോ ഐ ഓൾമോസ്റ്റ് നെവർ അപ്ലോഡ് കണ്ടന്റ് ദാറ്റ്സ് മെയ്ഡ് ഫോർ ചിൽഡ്രൻ, അതാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും കാണാൻ സാധിക്കും. പിന്നെന്ന് പറയുന്നത് കൺട്രി ഓഫ് റെസിഡൻസ് ആണ് കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയാണ്. ഏത് കൺട്രിയിലാണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അടുത്തത് പെർമിഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഇൻവൈറ്റ് ചെയ്യാണ് നമ്മൾ. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ.
അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ക്രിയേറ്റർ ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ടേക്ക് സർവേ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് കാര്യമായിട്ടില്ല. അതിന് താഴെയായിട്ട് ക്ലിപ്സ്, ഹൈപ്സ്, എന്താണ് സെൻസർ, ഓട്ടോ, ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞ് കാണില്ലേ, അതൊക്കെ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലവരൊന്നും ഹൈപ്പ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ക്ലിപ്സും ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് താഴെയായിട്ട് കമ്മ്യൂണിറ്റി, പിന്നെ അതിന് താഴെയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കണ്ടൻറ്റ് കൺട്രോൾസ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ കറൻസി ഏത് ടൈപ്പിൽ വേണം എന്നാണ്. പിന്നെ ടാഗ് പ്രൊഡക്ട്സ്, അപ്പോൾ ടാഗ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അത് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ കണ്ടൻറ്റ് കൺട്രോൾസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. കമൻറ്റ് ഓൺ, ന്യൂ അപ്ലോഡ്സ്, അതൊക്കെയാണ്. ലൈവ് മോഡറേഷൻസ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഡിവൈസ് അപ്പിയറൻസ്, അത് കാര്യമില്ല. അപ്പോൾ പ്രൊഡക്റ്റ് ടാഗ് ഇപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മറ്റു ചാനലുകളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5,000, 6,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ മോണിറ്റൈസേഷൻ ആയിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തതായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലും കുറച്ച് സെറ്റിങ്സ് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇതിന് ഏറ്റവും മേലെയായിട്ട് 3 ഡോട്ട് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ടൈം മാനേജ്മെൻറ്റിൻ്റെ താഴെയായിട്ട് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഷെഡ്യൂള്, ഡൈജസ്റ്റ്, സബ്സ്ക്രിപ്ഷൻസ്, ചാനൽ സെറ്റിങ്സ്, റെക്കമെൻഡഡ് വീഡിയോസ്, റെക്കമെൻഡഡ് വേസ് ടു ക്രിയേറ്റ്, അങ്ങനെ പല പല സെറ്റിങ്സുകളും കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലരുടെയൊക്കെ ചിലപ്പോൾ ഓഫായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സെറ്റിങ്സും ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ലഭിക്കത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതേപോലെ തന്നെ റെക്കമെൻഡഡ് വീഡിയോസൊക്കെ ചെല്ലത്തുള്ളൂ കേട്ടോ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാനും സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാന്ന് വെച്ചാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ.